ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ തട്ടകത്ത് ഞങ്ങളുടെ ഉത്സവമാണ്. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയും. പക്ഷേ വലിയ പേരായിട്ട് ഉത്സവമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് പോകാനായിട്ട് റെഡി ആയിട്ട് വാഷ് ബേസിൻ്റെ അവിടെയുള്ള കണ്ണാടി നോക്കി ഞാൻ റെഡിയാണ്. എനിക്ക് ആ കണ്ണാടി ഭയങ്കര ഇഷ്ടമാണ്. റീസൺ എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഭയങ്കര സുന്ദരിയായിട്ടൊക്കെ ഇരിക്കണ്ടോ. അതിൻ്റെ അടുത്തൊരു ലൈറ്റ് ഉണ്ട് അതിടുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ റെഡി ആയത് ഡ്രസ്സും പാണ്ടക്കെട്ടും ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം വീട്ടിലൊക്കെ നിൽക്കണം. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാനും മുന്നും ചേട്ടനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. അതാണ് ഹെൽമെറ്റൊക്കെ വെച്ച് റെഡി ആയിട്ട് നിൽക്കണം. നല്ല നട്ടപ്പുറ വെയിലായിരുന്നു കേട്ടോ വരുന്ന സമയത്ത്. അങ്ങനെ വന്ന് ഞങ്ങൾ ഉത്സവത്തിനൊന്നും പോയില്ല. വന്ന സമയത്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. പക്ഷേ വീട്ടിലുള്ള എല്ലാവരും പോയി. ഞാനും ചേട്ടനുണ്ണി മാത്രമേ പോകാണ്ടിരുന്നുള്ളൂ. അവർ പോയി. ചെക്കൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചെക്കൻ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കൊച്ച്, ചെക്കൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞ് വീണിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് മറ്റേ ട്രിപ്പ് കയറ്റിയതാണ് ആ ഫോട്ടോ കണ്ടത്. എന്നിട്ട് വൈകുന്നേരം ഈവനിങ് ഒക്കെ ആയപ്പോൾ അവർ ഹോസ്പിറ്റലിൽ തിരിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ വീടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പൂരം. അത് കാണാനായിട്ട് ജസ്റ്റ് താഴ്ത്തി ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടത്. ഞങ്ങളുടെ അവിടെ നിന്ന് ബാൻഡ് സെറ്റ് പിന്നെ ഇങ്ങനത്തെ തെയ്യം രൂപത്തിലുള്ള ഇത് വെച്ചിട്ടൊക്കെ ആയിരുന്നു പരിപാടി. അപ്പോൾ അതിലൊരു ആൾ ഞങ്ങളിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വായോ ഇങ്ങനെ ഉണ്ണിനെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് കാണിച്ചപ്പോൾ ഞങ്ങൾ ഉണ്ണിനെ കൊടുത്ത്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായിട്ട് ഭാവിക്കൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ പരിപാടിയൊക്കെ കണ്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ വാവ കരഞ്ഞു തുടങ്ങി. എന്നുവെച്ചാൽ ചേട്ടൻ വന്നില്ല, ഞങ്ങൾ മാത്രമായിട്ട് ഇറങ്ങിപ്പോയി ഉണ്ണിനെ കാണിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളൊക്കെ പോയി ഉണ്ണിനെ കാണിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ണി കുറച്ച് സീനായി തുടങ്ങി. സീനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലായി തുടങ്ങി. അവന് ഉറക്കം വരുന്നു, ഫുഡ് കഴിക്കേണ്ട ഒരു ഇതൊക്കെ ആയപ്പോൾ ഞാനും കുറച്ച് നേരം കണ്ടിട്ട് കയറി വരാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് കുറച്ച് ഹൈറ്റിലാണ്, കുന്നത്താണ്. കയറി വരാമെന്ന് പറയണം കേട്ടോ, വീട്ടിൽ പോകാമെന്നല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തുണ്ട്. നമ്മുടെ വീട്ടിൽ എന്ത് കാണണമെന്നുണ്ടെങ്കിൽ അല്ല എന്ത് ആവശ്യത്തിന് പോകുന്നുണ്ട് റോട്ടിലേക്ക് വരുമ്പോൾ ഹൈറ്റിലായത് കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വീട്ടിലേക്ക് വണ്ടിയൊന്നും വരത്തില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറി പോന്നു. വീട്ടിൽ കയറി പോരുമ്പോൾ തന്നെ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭാവിക്ക് അത് കൊള്ളിക്കണ്ടല്ലോ, അസുഖമൊന്നും വരുത്തി വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ വേഗം പോരുകയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ നമ്മൾ കയറി പോകുന്നതിന് ശേഷം അവിടെ എന്തോ ടീമിൽ വഴക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നു, ഭാവിക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളിതേ വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോൾ ഉണ്ട് അവിടെ ഇതിങ്ങനെ പൊട്ടുന്നു. നല്ല ഭയങ്കര കാണാം. നമുക്ക് ആ വീട്ടിൽ നിന്ന് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം കാണാം കേട്ടോ. അതുകൊണ്ട് നല്ല രസമായിരുന്നു കാണാനൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് കാണുന്നുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അനിയത്തി ഫാമിലി, അനിയൻ്റെ ഫാമിലി, പിന്നെന്താ ചേച്ചിയും ചേട്ടനും പാപ്പനും മമ്മിയും അച്ഛനും അമ്മയും എല്ലാവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ണിക്ക് ഇത് ആദ്യമായിട്ടാണല്ലോ കാണുന്ന ഒരു ഇത്. അപ്പോൾ ഉണ്ണിക്കിനെ കാണിച്ചു കൊടുക്കലൊക്കെ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസമാണ് പിന്നെ അമ്പലത്തിൽ പോകുന്നത് കേട്ടോ. അതും ഒരു നേരൊക്കെ ഉണ്ണീനെ കൊണ്ടുപോകേണ്ട, ഉറക്കം ഒളിപ്പിച്ച് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ ഏകദേശം പൂരമൊക്കെ കഴിഞ്ഞ് നല്ല പോലെ എല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ഉണ്ണീനെ കൊണ്ടുപോയി ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണിച്ച് വന്നു. വൈകുന്നേരം എത്തിയപ്പോൾ നമ്മൾക്കിതേ അച്ഛൻ എന്തിന് കാവത്ത് പുഴുങ്ങിയെന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നറിയില്ല, അത് പുഴുങ്ങി ചായയൊക്കെ കൊണ്ട് തന്ന് ഞങ്ങൾ അതൊക്കെ കഴിച്ച് സുഖമായിട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.